ചങ്ങായിമാരിൽ ആർക്കും സുഖല്ലേ? ഞാനിന്ന് പറയാൻ പോകുന്നത് ഒരു സംഗിണി ചേച്ചിയെ കുറിച്ചാണ്, ലക്ഷ്മി കാനത്ത്. ഞാൻ ലക്ഷ്മി കമ്മത്ത് നിന്നെല്ലാം കിട്ടണി, ഈ കാനത്ത് എന്താണെന്നറിയില്ല, എന്തോ ആയിക്കോട്ടെ. ചേച്ചി എന്താ പറഞ്ഞു വെച്ചാല് 100 രൂപന്റെ കോയിൻസിൽ, ഈ പുതിയതായി വന്ന കോയിൻസിൽ RSSന്റെ എന്തെല്ലോ ചിഹ്നം വെച്ചിട്ടുണ്ടല്ലോ, അതിനെപ്പറ്റി ചേച്ചി ഇങ്ങനെ ഘോരം പ്രസംഗിക്കുന്നുണ്ട്. നമുക്ക് എന്താണ് ചേച്ചി പ്രസംഗിച്ചെന്ന് കേട്ടിട്ട് വന്നാലോ? നമസ്കാരം, ഞാൻ ലക്ഷ്മി കാനത്ത്. 8ന്റെ പണി എന്ന് നമ്മളെല്ലാം കേട്ടിട്ടുണ്ട്. ഇത് പക്ഷെ 100ന്റെ പണിയായിപ്പോയി. എന്താണെന്നല്ലേ? ഈ പണി എന്ന് കേട്ടിട്ടോ 8ന്റെ പണി 100ന്റെ പണി എന്ന് കേട്ടിട്ട് നിങ്ങളൊന്നും തെറ്റിദ്ധരിച്ചേക്കല്ലേ. ചേച്ചി ഉദ്ദേശിച്ചത് നിങ്ങൾ ഉദ്ദേശിച്ച സംഭവമല്ല. ചേച്ചി വേറെ കാര്യം ഉദ്ദേശിച്ചത്. ചേച്ചി എന്ത് കാര്യം ഉദ്ദേശിച്ചെന്ന് ചേച്ചിനോട് തന്നെ നമുക്ക് ചോദിച്ചു നോക്കാം. ലക്ഷ്മി കാനത്ത് ചേച്ചി, നിങ്ങളെന്താ ഉദ്ദേശിച്ച? നിങ്ങൾ വ്യക്തമായിട്ട് പറ. RSSന്റെ അഥവാ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ 100ാം വാർഷികം ശതാബ്ദിയോടനുബന്ധിച്ച് കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം 100ന്റെ ഒരു നാണയവും സ്റ്റാമ്പും പുറത്തിറക്കി. കുഴപ്പമില്ല, അത് നമ്മൾ സഹിച്ച്. നിങ്ങൾക്ക് അങ്ങനെയല്ലേ പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റും? ഇങ്ങനെ 100ന്റെ നോട്ടിൽ നിങ്ങൾ RSSന്റെ ചിഹ്നം, അല്ലാണ്ട് നിങ്ങൾക്ക് പുതിയതായിട്ട് നല്ല കാര്യങ്ങളൊന്നും കണ്ടുപിടിക്കാൻ കഴിയില്ലല്ലോ. ഇത് നിങ്ങൾ 100ന്റെ കോയിനല്ലേ. നിങ്ങൾ പണ്ട് ഇതിലും വലിയ സംഭവം പുറത്തിറക്കിയില്ലേ? 2000ന്റെ നോട്ട്, ചിപ്പ് വെച്ച നോട്ട്, മണ്ണിന്റെ അടിയിൽ എത്ര അടിയിൽ പൂഴ്ത്തി വെച്ചുകഴിഞ്ഞാലും തിരിച്ചറിയാൻ പറ്റുന്ന ചിപ്പ് ഉണ്ടെന്നും പറഞ്ഞ് ആൾക്കാരെ പറ്റിച്ച് ആ നോട്ടില്ലേ, അത് ഇതിലും വലിയ കണ്ടുപിടുത്തില്ലേനോ? എന്നിട്ട് കുറച്ച് കാലം കഴിഞ്ഞിട്ട് ഇപ്പൊ എന്താ അവസ്ഥ? ചിപ്പും ഇല്ല, ചപ്പും ഇല്ല, മണ്ണിന്റെ അടിയും ഇല്ല, ഒരു പുണ്ണാക്കും ഇല്ല. എന്നാൽ ഇത് ഭയങ്കര വലിയ കണ്ടുപിടുത്തം തന്നെ ചേച്ചി, ഭയങ്കര വലിയൊരു കണ്ടുപിടുത്തം. 100ന്റെ കോയിൻസ് ഉണ്ടാക്കിയിട്ട് അതിന്റെ അകത്ത് നിങ്ങൾ RSSന്റെ ചിഹ്നം വെച്ചത് വലിയ കണ്ടുപിടുത്തം തന്നെ. നമുക്ക് ചേച്ചിന്റെ അടുത്ത ചിപ്പ് തള്ളിലേക്ക് പോകാം. അതിൽ ചിത്രം RSSന്റെ ഗണവേഷധാരികളുടെയും അതുപോലെ ഭാരതാംബയുടെയുമാണ്. അതിന് നമ്മൾ എന്തെങ്കിലും പറഞ്ഞ നിങ്ങളെ തെയ്യം, നിങ്ങളെ മഞ്ഞക്കുറി, നിങ്ങൾ എന്തോ വെച്ച കാണിച്ചോ. പക്ഷെ ചേച്ചി ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോ ചേച്ചിക്ക് തന്നെ തോന്നുന്നുണ്ട് ഇതെന്തോ ഒരു വേണ്ടാത്ത സംഭവമാണ് ആ കോൺസിന്റെ അകത്ത് വെച്ചെന്ന്. ചേച്ചിന്റെ മുഖഭാവം കണ്ട മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ചേച്ചിനെ പോലത്തെ കുറച്ച് സംഗിണികളും കുറെ ചാണക സംഖ്യകളും 100 രൂപന്റെ കോയിനിൽ RSSന്റെ ചിഹ്നം ഉണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ ഘോരം പരസ്യം വെളുപ്പം വരുന്നത്. ഇതിനു മുന്നേ പണ്ടും 100 രൂപന്റെ കോയിൻസ് ഉണ്ടായിട്ടുണ്ട്, 100 രൂപന്റെ നോട്ട് ഉണ്ടായിട്ടുണ്ട്. അന്ന് പക്ഷെ ഇതുപോലെ ഇരുന്ന് കുറച്ചാളെ കൊണ്ട് തള്ളിക്കേണ്ട ആവശ്യം ആർക്കും ഉണ്ടായിരുന്നില്ല. കാരണം അന്നൊക്കെ ആ കോയിൻസിലും നോട്ടിലും വെച്ച ചിഹ്നങ്ങൾ ആവശ്യമുള്ളതായിരുന്നു, ആൾക്കാർ ബഹുമാനിക്കുന്നതായിരുന്നു. അതിന് നിർബന്ധിച്ച് ബഹുമാനിപ്പിക്കേണ്ട ആവശ്യമൊന്നും അന്ന് വന്നില്ല. പക്ഷെ ഇന്നുണ്ട്. കാരണം നിങ്ങൾക്ക് തന്നെ ബഹുമാനമില്ല. നിങ്ങൾ തന്നെ ബഹുമാനിക്കാത്ത സാധനം മറ്റുള്ളവർ ബഹുമാനിക്കണം എന്ന് പറയാൻ പറ്റി കുറച്ചും ഉളുപ്പ് വേണ്ടേ എന്റെ ചേച്ചിയെ? നമുക്കെന്തായാലും ചേച്ചി നാണവും മാനവും ഉളുപ്പില്ലാണ്ട് ലാസ്റ്റ് എന്താ പറയുന്നത് കേട്ടിട്ട് വന്നാലോ? കേരളത്തിലെ രാജ്ഭവനില് ഭാരതാംബയെ കണ്ട് ഹാലിളകിയവരൊക്കെ ഇനി 100ന്റെ നാണയം കൈകൊണ്ട് തൊടുമോ ആവോ? നമ്മളെല്ലാം സാധാരണ കൈനെ കൊണ്ടാണ് 100ന്റെ ആയാലും 500ന്റെ ആയാലും 1000ന്റെ ആയാലും നോട്ടായാലും കോയിനെല്ലാം തൊടല്. ഇനി നിങ്ങളെപ്പോലുള്ളവര് ഹുണ്ടീനെ കൊണ്ടാണോ ഈ കോയിനൊക്കെ തൊടാറ്? ലക്ഷ്മി കാനത്ത് ചേച്ചിക്ക് ഞാനൊരു കാര്യം പറഞ്ഞിട്ടെ, നമ്മൾ ഒരാളെ ബഹുമാനിക്കുക എന്നുള്ളത് അയാളോട് ബഹുമാനം തോന്നിയിട്ട് വേണം അങ്ങനെ ചെയ്യാൻ വേണ്ടിട്ട്. അല്ലാണ്ട് നിങ്ങൾ എന്നെ ബഹുമാനിക്കടാ അല്ല നമ്മൾ പറഞ്ഞ സാധനത്തിനെ ബഹുമാനിക്കടാ എന്ന് പറഞ്ഞിട്ടില്ല. അതുപോലെ അല്പത്തം, അതുപോലൊരു നാറിത്തരം ലോകത്ത് വേറെ ഇല്ല. നിങ്ങളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നതും അതാണ്. ആരും ബഹുമാനിക്കാത്തത് കൊണ്ട് നിങ്ങൾ നോട്ടിന്റെ അകത്ത് വെക്കുക, എന്നിട്ട് നമ്മളോട് ബഹുമാനിക്കുന്നത് 100ന്റെയോ 1000ന്റെയോ നോട്ടിന്റെ അകത്ത് നിങ്ങളെ ചിഹ്നം കൊണ്ട് വെച്ചിട്ട് അതിനെ ബഹുമാനിക്കണം എന്ന് നിർബന്ധമില്ലല്ല. ഇതുപോലെ തന്നെ നിങ്ങൾ കുറച്ചു കാലം മുന്നേ കൊച്ചു കുട്ടികളെ കൊണ്ട് കാല് കഴിപ്പിച്ചിട്ട് പറഞ്ഞ് ബഹുമാനിക്കണം. ആ കൊച്ചു കുട്ടികൾ ബഹുമാനം കൊണ്ടാണ് കാല് കഴിക്കേണ്ടത്. അല്ലാണ്ട് കുട്ടികളെ കൊണ്ട് നിർബന്ധിച്ചിട്ട് കാല് കഴിപ്പിച്ചിട്ട് നിങ്ങൾ എങ്ങനെയാണ് ബഹുമാനം നേടിയെടുക്കുക? ആ കുട്ടികളെടുക്കുന്നായാലും ശരി, ആരെടുക്കുന്നായാലും ശരി. പക്ഷെ നിങ്ങൾ ഇതുപോലുള്ള ഉടായിപ്പ് പരിപാടികൾ നടത്തിക്കൊണ്ടേയിരിക്കും. കാല് കഴുകലും നോട്ടിന്റെ അകത്ത് നിങ്ങളെ ചിഹ്നം വെക്കലും എല്ലായിട്ടും നിങ്ങൾ ഒരുപാട് ഉടായിപ്പ് പരിപാടി നടത്തിക്കൊണ്ടേയിരിക്കും. കുറച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഗാന്ധിജീനെ വരെ നോട്ടിന്റെ അകത്ത് ഇല്ലാണ്ടാക്കുന്ന നമുക്കറിയാം. എന്നിട്ട് ആ നോട്ടിന്റെ അകത്ത് നിങ്ങൾ വേറൊരാളെ കൊണ്ടുവെക്കുന്നും നമുക്കറിയാം. പക്ഷെ അത് കണ്ടു കഴിഞ്ഞാൽ എന്താ സംഭവം ഉണ്ടെന്നറിയാം. പണ്ട് മമ്മൂട്ടിന്റെ ഒരു സിനിമയുണ്ട്. ആ സിനിമയിൽ അരിപ്രാഞ്ചി എന്ന മമ്മൂട്ടിനെ വിളിക്കല്. മമ്മൂട്ടി ആ പേര് മാറ്റാൻ വേണ്ടി സ്വർണ്ണക്കട തുടങ്ങിയ ശേഷം പിന്നെ മമ്മൂട്ടിനെ ആ സിനിമയിൽ വിളിക്കുന്ന പേരെന്താ അറിയാം? അരിപ്രാഞ്ചി നടത്തുന്ന സ്വർണ്ണക്കട. അതുപോലെയാണ് നിങ്ങൾ 500ന്റെ നോട്ടിലും 1000ന്റെ നോട്ടിലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളെ തല കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നാട്ടുകാർ എന്താ പറയാ? പണ്ട് മാപ്പ് പറഞ്ഞ ചങ്ങായി ആ നോട്ടിലുള്ളതെന്ന് പറയും. അതുകൊണ്ട് നിങ്ങൾ എന്തുടായ്പ നടത്തിയാലും വരുന്ന തലമുറ അതൊക്കെ പുച്ഛിച്ച് തള്ളും. അതുകൊണ്ട് ചേച്ചിയോട് ഒരു കാര്യം കൂടി ഞാൻ പറട്ടെ, അടുത്ത പണി നിങ്ങളത് നോട്ടിന്റെ അകത്ത് നമ്മൾ ഗാന്ധിജിനെ ഇല്ലാണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്. നോട്ടിന്റെ അകത്ത് മാത്രമല്ല, എവിടെയൊക്കെ ഗാന്ധിജിന്റെ ഫോട്ടോ ഉണ്ടോ അവിടെ നിന്നൊക്കെ ഗാന്ധിജിനെ ഇല്ലാതാക്കുക എന്നുള്ളത് തന്നെയാണ് നിങ്ങളുടെ ലക്ഷ്യം. പക്ഷെ എങ്ങനെയൊക്കെ ഇല്ലാണ്ടായി കഴിഞ്ഞാലും ഗാന്ധിജി എന്ന് പറഞ്ഞ വ്യക്തി ഇന്ത്യയിലെ രാജ്യസ്നേഹികളുടെ മനസ്സിന്റെ ഉള്ളിലാണ് ഉള്ളത്. അത് വരും തലമുറയുടെയും മനസ്സിന്റെ ഉള്ളിലായിരിക്കും. അതിന്റെ ഇടത്തേക്ക് നിങ്ങൾ അത്രയൊക്കെ മാപ്പ് പറയുന്ന ആളെ കൊണ്ടുവന്ന് വെച്ചാലും അയാൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അരിപ്രാഞ്ചിയായിരിക്കും. പണ്ട് മാപ്പ് പറഞ്ഞ
അരിപ്രാഞ്ചി മാത്രമായിരിക്കും. അതുകൊണ്ട് ചേച്ചി ദയവ് ചെയ്ത് ബഹുമാനിപ്പിക്കാൻ നിർബന്ധിക്കരുത് കേട്ടാ. RSSന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് ഇതേതട വെട്ടാവളിയൻ ഹുണ്ടി ഏതാ വണ്ടി ഏതാ ഹണ്ടി ഏതാന്നറിയില്ല ഇങ്ങനെ വന്ന് കഥാപ്രസംഗം നടത്തും. എന്തായാലും വന്നതല്ലേ, ഈ മണുകുണാപ്പൻ എന്താ പറഞ്ഞതും കൂടി കേട്ടിട്ട് വരാം. RSSന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രത്യേക സ്റ്റാമ്പും അതേപോലെ തന്നെ ഭാരതാംബയെയും സ്വയം സേവകരെയും ആലേഖനം ചെയ്ത 100 രൂപ നാണയവും പുറത്തിറക്കിയിരിക്കുന്നു. ഇതൊക്കെ കാണുന്ന വളരെ വലിയ രീതിയിൽ കുരുപൊട്ടുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും മൂലയിൽ പോയിരുന്ന് പൊട്ടിക്കരയോ. ഈ മൊണ്ണേന്റെ പരിപാടി ഇത് തന്നെയാണ്. സംഘികളെ ഹുണ്ടിമലുള്ള കുരുവൊക്കെ പൊട്ടിക്കുക, അതിന് മരുന്ന് തേച്ചു കൊടുക്കുക, അവരെ സുഖിപ്പിച്ചിങ്ങനെ നിർത്തുക. എന്നാലേ ഈ മൊണ്ണക്ക് എന്തെങ്കിലും നക്കാൻ കിട്ടൂ. ഇവന്റെയും ആ ലക്ഷ്മികാന്ത് ചേച്ചിന്റെയും വർത്താനം കേട്ടതൊന്നും ഇവർക്കെന്തോ ഒരു തെളിവ് കിട്ടി. പണ്ട് RSS സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിന് ഇവർക്കെന്തോ തെളിവ് കിട്ടിയെന്നാണ് ഇവരെ വർത്താനം കേട്ടാ തോന്നുക. അങ്ങനെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഒരു തെളിവോ അങ്ങനെ ഒരു സംഭവം ഇല്ലാത്തത് കൊണ്ട് അവർ ഇതുപോലെ ഒരുപാട് കോപ്രായങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കും. ഇവനെ പോലെയുള്ള മരമുണ്ണകൾ അതൊരു കഥാപ്രസംഗം പോലെ ഇങ്ങനെ തട്ടിവിട്ടുകൊണ്ടേയിരിക്കും. കുറച്ചു കാലം കഴിഞ്ഞാൽ ഇനി RSS സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിന്റെ വ്യാജരേഖ വരെ നിർമ്മിച്ച് ഇവർ കൊണ്ടുവരും കേട്ടാ. അപ്പോഴും നമ്മൾ ഇതൊക്കെ സഹിക്കുക. വേറെ ഒരു രക്ഷയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവരെ തെയ്യം ഇവരെ മഞ്ഞക്കുറി ഒരു രക്ഷയില്ല. ഇനി ഇവരെന്തൊക്കെ കോപ്രായം കാണിച്ചാലും എന്തൊക്കെ കോമാളിത്തരം കാണിച്ചാലും ലാസ്റ്റ് എന്താ അവസ്ഥ എന്നറിയാം. ഒരു സിനിമയിലെ ഡയലോഗ് എനിക്ക് ഓർമ്മ വരുന്നത്, എന്ത് ചെയ്തിട്ടും ഒരു മെനയാകുന്നില്ലല്ലോ സജിയെന്ന്. അതുപോലെ തന്നെ എന്തൊക്കെ ചെയ്താലും ഒരു മെനയാകുന്നില്ലല്ലോ സംഘികളെ. അതുകൊണ്ട് ഞാൻ ഒന്നും കൂടി എന്റെ ലക്ഷ്മികാന്ത് ചേച്ചിയോടും ഈ വേട്ടാവളിയും ഫസലിനോടും പറട്ടെ, നിങ്ങൾ എന്തൊക്കെ കോപ്രായങ്ങൾ കാണിച്ച് നിങ്ങൾ ആരുടെയൊക്കെ ചിഹ്നങ്ങളും ആരുടെയൊക്കെ ചിത്രങ്ങളും നിങ്ങൾ നോട്ടിലോ എവിടെയൊക്കെ കൊണ്ടുവച്ചാലും വരും തലമുറ അത് കണ്ടിട്ടാകുമ്പോ എന്താ പറയാന്നറിയാം, അത് പണ്ട് മാപ്പ് പറഞ്ഞവന്റെ ചിത്രമല്ലേ, അത് മാപ്പ് പറഞ്ഞവന്റെ എംബ്ലമല്ലേ എന്ന് ചോദിക്കും. അതുകൊണ്ട് ആ വരും തലമുറയുടെ വായിന്ന് കേട്ടിട്ട് ഇനിയും നാണം കെടാണ്ട് നിൽക്കണമെങ്കിൽ ഇതുപോലുള്ള കോപ്രായങ്ങൾ ദയവ് ചെയ്ത് നിർത്തുക. നിങ്ങൾ നിർത്തിയിട്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. വരും തലമുറക്ക് സത്യം മനസ്സിലാക്കാൻ വേണ്ടി ചരിത്രരേഖകൾ ഒരുപാടുണ്ട്. നിങ്ങൾ എത്രയൊക്കെ ചരിത്രരേഖകൾ തിരുത്തിയാലും യാതൊരു കാര്യമില്ല. അപ്പം ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.